തീരെ വയ്യ. വയ്യാണ്ടിരിക്കെ എന്തിനാ തിരുമേനി ഇത്ര ദൂരം വന്നത്? ഈ നടക്കിലെത്തി ഭഗവാനെ വിളിച്ചെങ്കിൽ മാത്രമേ എന്റെ മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കൂ. കൃഷ്ണ, അങ്ങേ കാണാനുള്ള കൊതി കൊണ്ട് വയ്യെങ്കിലും അടിയൻ ഇല്ലത്തു നിന്ന് ഇങ്ങോട്ട് പോന്നു. കൃഷ്ണ, കൃഷ്ണ, ഈ തിരുമുടിയും മന്ദസ്മിത മധുരമായ മുഖവും കിങ്ങിണിയും പട്ടുകോണവും ചാത്തിയ ഈ രൂപം കണ്ടില്ലെങ്കിൽ അടിയന് ഒരു സ്വസ്ഥതയുമില്ല ഭഗവാനെ. കൃഷ്ണ, ഭഗവാനെ. പൂന്താനം, ഇനി എന്നെ കാണാൻ ബുദ്ധിമുട്ട് ഇവിടെ വരണമെന്നില്ല. ഞാൻ ഇല്ലത്ത് വന്ന് കണ്ടോളാം. ഭഗവാനെ, എല്ലാം അങ്ങയുടെ ഇഷ്ടം. അടിയനെ കാണാൻ ഇല്ലത്തേക്ക് വരാമെന്നു. കൃഷ്ണ, 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 നല്ല കാര്യായി. തീരെ നടക്കാൻ വയ്യ. ഇല്ലത്തെത്താൻ ദൂരമുണ്ട്. തിരുവേണി, ആരോടാണ് സംസാരിക്കുന്നത്? ഉണ്ണി ഏതാ? എവിടെയോ കണ്ടതുപോലെ. എവിടെന്ന് വരുന്നു? ഗുരുവായൂരിന് വരുക. അമ്മാത്തേക്ക് പോവുക. നമുക്കും ഒരു കൂട്ടായി. എന്നാ നടന്നോളൂ. നടക്കാനൊന്നും വയ്യാണ്ടായി ഉണ്ണി. കുട്ടിയുടെ പ്രായമാണോ നമുക്ക്? അതിനല്ലേ ഉണ്ണി ഓടി ഓടി തിരുമേന്റെ ഒപ്പത്തിയത്. ഓ, ഉണ്ണി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. നാം ഒന്ന് വേച്ചു പോയാൽ പിടിക്കാൻ ഉണ്ണിയെക്കൊണ്ടാവോ? ഉണ്ണി കൂടെ ഉണ്ടെങ്കിൽ തിരുമേനി വെച്ചൂല. പിന്നെ വേണ്ടി പിടിക്കാൻ. കുട്ടി ആളൊരു രസികനാണല്ലോ. ആ, ശരി, പിടിച്ചോളൂ, നടന്നോളൂ. പതുക്കെ എന്റെ പിന്നാലെ പോരേട്ടോ. കൃഷ്ണ, ഇനി എത്ര നാഴിക നടന്നാലാ ഇല്ലത്തൊന്നെത്തുക? ഭഗവാനെ. കൃഷ്ണ, 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 ഭഗവാൻ. പൂന്താനം, നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ്. സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നാം വരും. കൃഷ്ണ, അടിയനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ നിന്ന് വരുമെന്നോ? മകരകുണ്ടലങ്ങളും കൗസ്തുഭവും ശംഖചക്ര ഗദാദിയും കടകകടി സൂത്രങ്ങളുമെല്ലാം അണിഞ്ഞ് ലക്ഷ്മി സമേതനായി അങ്ങ് വൈകുണ്ഠത്തിലിരിക്കുന്ന കാഴ്ച അടിയൻ ഇവിടിരുന്നാലും കാണാം.
വൈകുണ്ഠവാസ. കൃഷ്ണ ഭഗവാനെ, ഭഗവാൻ വരും. വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല. വരാതിരിക്കില്ല. സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? സ്വപ്നമല്ലായിരുന്നു സാവിത്രി. പിന്നെ ഭഗവാന്റെ ശബ്ദം ഞാൻ നന്നായി കേട്ടതല്ലേ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? സാവിത്രിക്ക് ഒന്നും മനസ്സിലാവില്ല. ആ, എനിക്കൊന്നും അറിയില്ല. കൃഷ്ണ കൃഷ്ണ ഭഗവാനെ. വരൂ പൂന്താനം. കൃഷ്ണ കൃഷ്ണ ഭഗവാനെ. കൃഷ്ണ കൃഷ്ണ, അടിയന്റെ ജന്മം സഫലമായി. എന്റെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ.